എന്തു പറ്റിടേ? ചേട്ടാ, ഞാൻ ആങ്കർ എൻട്രിക്ക് വേണ്ടി പുറകിലോട്ട് പോയതാ. അപ്പൊ പുള്ളി അപ്പത്തേ അവിടെ തല ഇറങ്ങി കിടക്കുന്നത്. എന്തു പറ്റി? എപ്പിസോഡ് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. ഇതെന്തു പറ്റി? ഞാനേ ഇതെനിക്ക് വരാറുള്ളതാണ് ഇടക്കിടക്ക്. അതായത് കർക്കിടക മാസത്തിലെ പൗർണമിയിൽ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ദേഹത്ത് കയറും. ഓ, അങ്ങനെ തളർന്ന് വീഴും. പിന്നെ മുത്തച്ഛൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മുത്തച്ഛൻ കയറിയിട്ടുണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. മരിച്ചുപോയ മുത്തച്ഛനല്ലേ? അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാ പോയിരുന്നു, നമുക്ക് എപ്പിസോഡ് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഒന്ന് എണീപ്പിച്ചു വിട്ടേ. ഞാൻ ഒരു ബാധ കയറലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പടിക്കേമേട് നീയും ഈ ഇവനും കൂടിയൊക്കെ കൂടി ഇവിടെ കണ്ട് കാണിക്കണൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. എൻ്റെ ഈ കേശവ മോനെ കേശവ എന്താ പൂപ്പ ഇവനാ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടാ ഒരു പരിപാടി അവന് കൊടുക്കാനാ കൊടുത്തു. അപ്പൊ നിനക്കൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റൂല. നീയും കൂടി കൂട്ടിയേക്കണേ. ഇനി നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. നീ മേക്കപ്പ് ഇല്ലാണ്ട് എന്റെ കൊച്ചിനെ ചെന്ന് എന്തിനാടി പേടിപ്പിക്കണം? വെച്ചറിഞ്ഞിട്ടെ കളിക്കാൻ കണ്ടിട്ട് കാര്യം പറ. അല്ല, പുള്ളി കാര്യമായിട്ട് പെർഫോം ചെയ്യാത്തോണ്ടാണ് മുത്തച്ഛൻ. ശരിക്കും നിങ്ങൾ മുത്തച്ഛനല്ല. നിങ്ങൾ മുത്തച്ഛനല്ല ശരിക്കും. മുത്തച്ഛനാണ്. വേണമെങ്കിൽ ഇവനോട് ചോദിച്ചോക്ക്. മുത്തച്ഛനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാണ്. ഇനി മേലാൽ എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും വിസിലായിട്ടിരിക്കുമ്പോൾ നീ പറഞ്ഞാൽ ഞാൻ വീണ്ടും വരുവോളൂ കേട്ടോ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തോ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നുമല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ പറയും ഇല്ല, അത് ഒറിജിനലാണ്. ഉണ്ടോ പറഞ്ഞേട്ടാ. പിന്നെ എനിക്ക് ആകെ കൂടെ ഒരു കരുണുള്ളത് മോനോടാണ്. ഞാൻ കാണാറുള്ളതാണ്. എൻ്റെ കൊച്ചി പാവമാണ്. ഈ നിൽക്കണം പഞ്ചപാവമാണ്. 5 പൈസ കയ്യിലില്ല. ഇവർ കൊടുക്കൂലല്ല. അപ്പം അതുകൊണ്ട് മോനി ഫ്ലോറിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് പോണേക്കുമ്പോൾ ഒരു 10,000 രൂപ എടുത്ത് അവന് കൊടുത്തുകൊണ്ട് പോവാം. മൂത്തോരെ പേര് വിളിക്കണടാ ധർമ്മ. ഞാൻ ധർമ്മനല്ല. പിന്നെ ധർമ്മന്റെ അച്ഛൻ്റെ അച്ഛനാണ്, അപ്പനാണ്. നീ ധർമ്മനോട് പൈസ വെച്ചായിരുന്ന? ആ ചോദിച്ചു. നീ എങ്ങാനും എൻ്റെ മോനോട് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പല്ലിയാൻ നിലത്തിടും ഞാൻ. ഞാനെന്ത് ഇവിടെ വെക്കണത്? എല്ലാരും നിർത്തി. കേശവമാമന് മരിച്ചു ഒരു മുത്തച്ഛനുണ്ടോ? മുത്തച്ഛനുണ്ട്. ആ മുത്തച്ഛന്റെ ആത്മാവ് കർക്കിടക മാസത്തിൽ ശരീരത്തിൽ കയറാറുണ്ടോ? കേറാറുണ്ട്. ആ മുത്തച്ഛൻ കേറിയോ? കേറി. ആ മുത്തച്ഛൻ ധർമ്മനോട് 10,000 രൂപ ചോദിച്ചോ? 10,000 രൂപ ചോദിച്ചു. വർക്കൗട്ട് ആയില്ല അല്ലേ? വർക്കൗട്ട് ആയില്ല. അതാണ് നമുക്കോ. And with that we are starting this episode. അപ്പോൾ Once Upon a Timeന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധർമ്മജൻ സംഭവം തമാശക്കാണ് പറഞ്ഞെങ്കിലും വേണമെങ്കിൽ 10,000 രൂപ തന്നോട്ടോ. സുഗുണ, എന്തോ നീ ആ കേശവനോട് അവിടെ നിന്ന് വിസിലടിക്കാൻ പറയട്ടാ. ഇവരിപ്പോ ഈ ബാധ കയറുന്നതിനെ പറ്റി റെഫർ ചെയ്തൊരു സംഭവം കാണിച്ചല്ലോ. ആൾക്കാർക്ക് അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്, ഭയങ്ങളുണ്ട്. ഈ ധർമ്മനെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കിൽ കുറേ നാൾ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇറക്കി വിട്ടാൽ ധർമ്മൻ്റെ വീട് ഒരു ഇത്തിരി ദൂരെയാണ്. കണ്ണെത്താവുന്നൊരു സ്ഥലത്ത് വരെയാണ് ഈ ധർമ്മൻ്റെ വീടുള്ളത്. അപ്പോൾ ധർമ്മൻ എപ്പോഴും ഇറക്കി വിട്ട ശേഷം എന്തെങ്കിലും വർത്താനം പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സ്റ്റേ ആണ്. അതാണ് ചോദിച്ച് വീട്ടിൽ ചെന്നിട്ട് സിറ്റ് ഔട്ടിലെ ലൈറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് എന്നോട് പൊക്കോ എന്ന് കാണിക്കും. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി വർത്താനം പറയാൻ ഒരു മാറ്റർ ഇല്ലേലും അവിടെ എത്തുന്നത് വരെ ഒരു ധൈര്യത്തിന് ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി ഓരോന്നുണ്ടാക്കി പറഞ്ഞുകൊണ്ടായി പോകുന്നത്. എടാ പേടിയടാ, ഞാൻ അവിടെ എത്തുന്നവരെ ഇവിടെ നിൽക്കുന്നു പറയാനായിട്ട് പുള്ളിക്കൊരു അഭിമാന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉണ്ടാക്കി വർത്താനം പറഞ്ഞിട്ടാണ് അവിടം വരെ പോകുന്നത്. ഒരു ദിവസം അർദ്ധരാത്രി 3 മണിയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഈ ധർമ്മ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ബൈക്ക് വിളിക്കാൻ വേറെ നിൽക്കരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നീ അങ്ങ് പോയിക്കൊണ്ടോ, എനിക്ക് സമയമില്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ബൈക്ക് എടുക്ക് പോലും ഇവൻ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഒച്ച എടുത്തോണ്ട് ഒറ്റ ഓട്ടോ ഓടി, വീടിനങ്ങോട്ട് ഓടി. ഞാൻ എൻ്റെ വീടെത്തി മൊബൈലിലിട്ട് വിളിച്ച് പറഞ്ഞു എന്തോ ഇടിച്ചു രാത്രി ഓട്ടത്തിൽ, എന്തോ കമ്പിലോ എന്തിലോ ഞാൻ ഇടിച്ചു, അതിൻ്റെ ഒരു ചെറിയ വേദന ഉണ്ട് ശരീരത്തിൽ, കുഴപ്പമില്ല, കിടന്നു എന്ന് പറഞ്ഞ് ധർമ്മം കിടന്നു.
പിറ്റേന്ന് രാവിലെ ധർമ്മൻ എണീറ്റ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലൊരു വല്യപ്പനെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയാണ്. അയാളുടെ ശരീരത്തിലൊക്കെ വെച്ചുകെട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോണ വഴിവക്കത്തുള്ള വീട്ടിലെ അപ്പൂപ്പൻ രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതിന് ഇവൻ ഓന്ന് പറഞ്ഞൊരു ഒറ്റ ഇടി ഇടിച്ചിട്ട് അയാൾ തെറിച്ച് കാണയിൽ വീണ് അയാളെ രാത്രി ആശുപത്രി കൊണ്ടുപോയിട്ട് രാവിലെ കൊണ്ടുവരിക. അപ്പൊ ധർമ്മജന് നല്ല സംശയമുണ്ട്, ഈ പുള്ളി കണ്ടോ ഇല്ലയോ എന്ന്. ഇയാളെ പതുക്കെ പിടിച്ച് ആ സ്റ്റെപ്പ് കയറ്റി അയാളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നതിനിടെ ധർമ്മൻ അവിടെ ചെന്നിട്ട് ചോദിച്ച് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചപ്പോ ഈ അപ്പാപ്പൻ പറയണേ, ഞാൻ പണ്ട് തൊട്ടേ ഇവരോട് പറയണതാണ് ഈ വഴിയിൽ രാത്രി തേരോട്ടം ഉണ്ടെന്ന്. അപ്പൊ ആരും ഇത് സമ്മതിക്കണില്ല എന്ന്. അങ്ങനെ തേരോടിച്ച ആളാ. പൊട്ടിച്ചെടിയുടെ ആഘോഷം ഇവിടെ ഇതാ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഒരു ഫുൾ ഓൺ സെലിബ്രേഷൻ മൂഡിൽ എത്തിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം ദ കണ്ടസ്റ്റന്റ്സ് ആൻഡ് ദേ ആർ അൻസൽ ആൻഡ് വിനീത്. Once upon a time, once upon a time, once upon a time, once upon a time. ധർമ്മേട്ട, ഇത് അൻസൽ, ദിസ് ഈസ് വിനീത്. അത് രണ്ടുപേരും ഭയങ്കര ഉഷാറായിട്ടാണ് വന്ന വരവൊക്കെ കണ്ടിട്ട് ഒരു പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ അൻസൽ വന്നിരിക്കുന്നത് മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നാണ്. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. പറയാൻ ധർമ്മേട്ട, നമ്മുടെ ഈ പരിപാടിക്ക് തിരികൊളുത്തിയത് ഇന്നസെന്റ് ഏട്ടനാണ്. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു പുസ്തകമുണ്ട്, ക്യാൻസർ വാർഡിലെ ചിരി. അപ്പോൾ ഈ ക്യാൻസർ വാർഡിലെ ചിരിയുടെ പുറംചട്ടയിൽ പ്രശസ്തനായ ഡോക്ടർ VP ഗംഗാധരൻ സാറ് ഒരു വരി എഴുതിയിട്ടുണ്ട്. അതായത് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു മരുന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെയുള്ള ക്യാൻസറിൻ്റെ സമീപനമായിരുന്നു ആ ചികിത്സ അത്രയും ഫലപ്രദമാക്കിയത്. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലും എല്ലാ ദിവസവും 8:30 ഈ പരിപാടി കാണിക്കുന്നുണ്ട്. അവിടുത്തെ വാർഡിലെ ടിവികളിലെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ വേദനയ്ക്കിടയിൽ ഒരു ചെറിയ ചിരി സമ്മാനിക്കാൻ ഇതിൻ്റെ ഒരു ഭാഗമായി എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലരും എന്നെ കാണുമ്പോൾ പേഴ്സണലായിട്ട് കാണുന്നവരും വിളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ചിരി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഞങ്ങളിത് കാണാറുണ്ട്, ഞങ്ങൾക്കിത് കാണുന്നത് വലിയ ആശ്വാസമാണെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെക്കാളും ഈ പുതിയ പ്രതിഭകൾ ഇത്രയും പേര് ഈ മേഖലയിലോട്ട് വന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളും ഒക്കെ കരുതുന്നു. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. ഓക്കെ, ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് അൻസലാണ്. കേശവ് മാമ ബെസ്റ്റുമായിട്ട് റെഡിയാണ്. അൻസൽ, തുടങ്ങുമല്ലേ? ഹിയർ വി ഗോ. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ ധർമ്മേട്ട, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത് ബസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവൻ്റെ വർക്കിംഗ് ഏരിയ ബസ് സ്റ്റാൻഡ് ബസ്സുമാണ്. അപ്പോൾ ഇവൻ ഈ പ്രായമായവരെ അത്ര ബഹുമാനമൊന്നുമില്ല, അവർക്ക് എവിടെ കണ്ടാലും അവൻ പണി കൊടുക്കും. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഈ അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ട് ഏതെങ്കിലും ബസ്സിൻ്റെ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ വേറെ കയറ്റിയൊക്കെ വിടും. അതായത് ഈ കാസർഗോഡ് ബസ് ചോദിച്ചു വരുന്നതിനെ കൊല്ലങ്കോട് ബസ്സിൽ കയറ്റി വിടുക. അതേപോലെ തന്നെ മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കലിപ്പാണ് ഇവൻ ഈ മുതിർന്നവർ എന്ന് എഴുതിയിരിക്കുന്ന KSRTCയിലെ സീറ്റുകളില്ലേ, അതിൽ ഈ ബ്ലൈഡ് കൊണ്ട് ചുരണ്ടിക്കളയും. അപ്പോൾ അതിൽ തീർന്നവർ എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ഈ അവിടെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അവൻ നോക്കിയിട്ട് തീർന്നവർ ഇങ്ങനെ പുഞ്ചിരി. അവന് അതൊരു വല്ലാത്തൊരു എന്തോന്ന് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്, ആത്മനിർവൃതി. അപ്പം ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവനും കണ്ടക്ടറും തമ്മിൽ എപ്പോഴും അടിയാണ്. ഒരു ആഹാ ഏഹേ ബന്ധമാണ്. അതായത് ഇവർ കാണുമ്പോൾ ആഹാ ഏഹേ ഓ പുല്ലേക്കാരെ മാടിപ്പോകെ, ഈ ഒരു അയ്യപ്പനും കോശിയും പോലെയാണ്, ഇവർ തമ്മിൽ ചേരത്തില്ല. അപ്പോൾ ഈ KSRTCയിലെ കണ്ടക്ടർമാർ ഒട്ടും ചില്ലറക്കാരല്ലല്ലോ, ഇവരെ ചില്ലറ കാണാറില്ല. അപ്പോൾ ഇതും ചൊല്ലി എന്നും വഴക്കാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു 8 രൂപ ബാക്കി തരാനുണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഒരു 8 രൂപ ബാക്കി തരാനുണ്ട്. അപ്പോൾ കണ്ടക്ടറാണ്, 8 രൂപ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ 8 രൂപയ്ക്കും കൂടി ടിക്കറ്റ് ആണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, 8 രൂപയ്ക്ക് ടിക്കറ്റോ? നിങ്ങൾ 12 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതല്ലേ? അത് കുഴപ്പമില്ല, KSRTC നഷ്ടത്തിലല്ലേ ഓടുന്നത്, 8 രൂപ KSRTCക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടണ്ടാന്ന്. ഇങ്ങനെ 8ൻ്റെ മണി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഈ ബസ് ഒരു സ്റ്റോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മൂമ്മ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പറഞ്ഞു, അയ്യോ മക്കളെ, എനിക്കിവിടെ ഇറങ്ങണമായിരുന്നു, ഒന്ന് ബെല്ലടിക്കാവോ എന്ന്. KSRTC അല്ലേ, കണ്ടക്ടർ ബെല്ലടിച്ചില്ല, അടുത്ത സ്റ്റോപ്പിലാണ് കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മൂമ്മ ഈ കണ്ടക്ടറിൻ്റെ പൂർവികരെയും അപ്പന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഈ കണ്ടക്ടർക്ക് എന്താ കണ്ണിച്ചോറില്ലേ, യവനെയൊക്കെ തല്ലണം, മുക്കാലി കെട്ടി അടിക്കണം. അപ്പോൾ ഇതാരാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ യവൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പറയുന്നതാ വേറെ സൗണ്ടിൽ,
ഇതങ്ങ് നാട്ടുകാർ ഏറ്റെടുത്ത് യാത്രക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, കണ്ടക്ടറിനെ പിടിച്ച് തള്ളായി, അടിയായി, ഈ പുള്ളിയുടെ ഷർട്ട് വലിച്ച് കീറി, എല്ലാം കീറി. പുള്ളി ഇറങ്ങിയപ്പോഴേക്കും ഇവൻ പറഞ്ഞു, ഞാൻ 2 ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇനി നീ ചോദിക്കാൻ പോകുന്നത് എന്തിനാണ്? ഇവൻ എന്നെ തട്ടിമാറ്റിക്കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ ഒരു 2 രൂപ ബാക്കിയുണ്ടായിരുന്നു, ഈ 2 ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അടുത്ത സ്റ്റോപ്പ് എത്തി, അപ്പോൾ ബെല്ലടിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി ദിലീപ്. നമസ്കാരം ഏട്ടാ, വലിയ സന്തോഷം. ഇത് 3ാമത്തെ തവണ ഇത്തരം ഒരു പെർഫോമൻസുമായിട്ട് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മളുടെ പരിപാടി രമേശനം പറഞ്ഞതുപോലെ നമ്മളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് ജനകീയമായി ഇത്തരം ഒരു വേദി കിട്ടിയത് വലിയ ഒരിക്കലും നന്ദി പറയുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറയാനാണ്, വേറൊന്നുമല്ല. അദ്ദേഹം ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനാണ്, പ്രത്യേക തരത്തിൽ എഴുന്നേൽക്കുകയും നേരെ അങ്ങനെ ഉറങ്ങുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ചിട്ടയെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല നിറഞ്ഞു നിൽക്കണം. അപ്പോൾ നമ്മൾ ഓർക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അതല്ല, നല്ല ചൂട് ചായ നിറഞ്ഞു നിൽക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമങ്ങൾ അങ്ങനെയാണ്. പല്ല് പോലും തേക്കാതെ ചായ കുടിച്ചതിന് ശേഷം 20 മിനിറ്റ് ഇവൻ എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു അതിശയം, 20 മിനിറ്റ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ രമേശേട്ടാ, ഈ ബാത്റൂമിൻ്റെ ചുവരിൽ പേസ്റ്റ് വെച്ച് അങ്ങ് ഉരയ്ക്കുക. ഇതാ എക്സർസൈസ് 20 മിനിറ്റ്. അതിൽ നിന്നാണ് ഒരു ഇച്ചിരി പേസ്റ്റ് കിട്ടുക. പിന്നെ ഈ മൂപ്പരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മൂപ്പരുടെ കയ്യിലുള്ള ബ്രഷ് അത് കിടിലനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 3 നാരേ ഉള്ളൂ. ഇതുകൊണ്ട് പല്ല് തേക്കുമ്പോൾ ഒരെണ്ണം അണപ്പല്ലിരിക്കും, മറ്റൊന്ന് കോമ്പല്ലിരിക്കും, നടുക്കൂടി ഈ അണുക്കൾ ഓടി കളിക്കും. ഞങ്ങൾ ഡൊമക്സ് എന്നാണ് അവനെ വിളിക്കുന്നത്. ഈ പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൻ്റെ കാര്യത്തിനൊക്കെ വരാൻ വേണ്ടി വലിയ കാര്യം. അപ്പോൾ ഞാനൊരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നാളെ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, നീ ആ ജംഗ്ഷനിലെ കടയിൽ പോയിട്ട് ഒരു 3 പാൻ കേക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ അവൻ പാൻ കേക്ക് മേടിച്ച് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ വീട്ടിൽ പാൻ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, വേഗം വീട്ടിലോട്ട് ചെല്ലണം. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കി ആ കിറ്റ് അടിച്ച് നോക്കിയപ്പോൾ 3 പാൻ കേക്കും ഉണ്ട്, ഒരു കത്തിയുണ്ട്. അപ്പം ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എന്നാ ഈ കത്തി എന്നാ? പിന്നെ കത്തി കൊണ്ട് മുറിക്കാതാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ കേക്ക് എടുത്ത് തിന്നുന്നതെന്ന്? പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന എന്തുവാന്ന് ഓർത്തേ. ഈ പുള്ളിനൊരു പരിപാടിക്ക് ജയൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്, പുള്ളിക്ക് ഈ എന്താ പറയുക, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ആ പാട്ടാണ് ജയൻ സാറിന് എൻട്രിക്ക് വേണ്ടത്. ഈ CD എടുക്കാൻ മറന്നുപോയി. ഈ ജയൻ സാറ് ടെൻഷനായി. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ സുഹൃത്തുണ്ട്, അവനെ വിട്ട് കഴിഞ്ഞാൽ അവൻ ആ CD പാട്ട് പിടിച്ചുകൊണ്ട് വരും, കണ്ണും കണ്ണും ഓക്കെ. അപ്പോൾ കറക്റ്റ് ടൈമിൽ ജയൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒന്ന് പാട്ട് ഇടുവാണേ, കറക്റ്റ് ഡേ ജയൻ റെഡി. അടുത്തതായിട്ട് വേദിയിൽ ജയൻ, ഉടനെ എൻ്റെ ജയന് വേണ്ടിയിട്ട പാട്ട് കണ്ണും കണ്ണും നോക്കിയ നീ കൊള്ളും മാഫിയ. അപ്പം മറ്റേ പാട്ടല്ലേ വേണ്ടേ? ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പുള്ളിക്കാരനൊരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു, ഒരു ചെറിയ പ്രണയമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല, പുള്ളിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എല്ലാ ദിവസങ്ങളും ഈ പെണ്ണിൻ്റെ വീടിൻ്റെ വാതിലിലൂടെ ഗേറ്റിൻ്റെ അവിടെ 2 തവണ നടക്കും. 2-3 തവണ ഇങ്ങനെ കുറേ ദിവസം ആവർത്തിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ എടാ എനിക്കറിയാം, ഞാൻ ഈ പ്രായം കഴിഞ്ഞ് വന്ന ഒരാളല്ലേ, എനിക്കറിയാം. അപ്പോൾ നീ അതിൽ വിഷമിക്കേണ്ട, നീ നമുക്കറിയാം എൻ്റെ മോളാണെങ്കിൽ ഇത്ര, അപ്പോൾ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ പോയിട്ട് നാളെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഈ സന്തോഷം വിളിച്ചു പറഞ്ഞടാ, കാര്യങ്ങൾ അച്ഛൻ സമ്മതിച്ചെന്ന് തോന്നുന്നു, എന്തായാലും നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ ആ വീട്ടിലേക്ക് എന്താ പറയുക ചെല്ലുന്നു. പുള്ളി ചെന്ന ഉടനെ തന്നെ വാമോനെ എന്നും പറഞ്ഞിട്ട് ഒരു തൊപ്പിയും ഒരു ഉടുപ്പും ഒരു പാൻറ്റും കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ വാതിൽക്ക് നിന്നോളാം. അത്രയും നോട്ടം ആ വീടിൻ്റെ ചുറ്റുപാട് നടന്ന് നോക്കുന്നെന്നുള്ളതാണ് രമേശേട്ടാ. ചേട്ടാ, ഈ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവനൊരു ചോക്ലേറ്റ് ബോയ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സുന്ദരനായിരിക്കും, അതുകൊണ്ടല്ല. ഇവൻ്റെ കയ്യിൽ എപ്പോഴും ചോക്ലേറ്റ് വേണം. ഇവൻ ഈ കയ്യിൽ ഇങ്ങനെ ചോക്ലേറ്റ് നിറച്ച് വെച്ചിട്ട് ഈ ബസ്സിൽ കയറുന്ന പെമ്പിള്ളേർക്കൊക്കെ കൊടുക്കും, കാരണം ഇവന് സീറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ചോക്ലേറ്റ് കൊണ്ടു കിടക്കുന്ന ഇവൻ ഒരു ദിവസം ബസ്സിൽ കയറിയപ്പോഴേക്കും ടിക്കറ്റ് എടുക്കാൻ കാശില്ല. അപ്പോൾ ഇവൻ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് വെച്ചു. അപ്പോൾ ഇവൻ ആകെ പരിധി നോക്കിയപ്പോൾ ചോക്ലേറ്റ് ഒരു 5 സ്റ്റാറാണ് കിട്ടിയത്. ഇവൻ അതെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ 5 സ്റ്റാർ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം അടി നടക്കും, ആഹാ ഏഹേ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. എന്നെ ഞെട്ടിച്ചുകൊണ്ട് കണ്ടക്ടർ ടിക്കറ്റ് അടിച്ചു കൊടുത്ത 5 സ്റ്റാർ അങ്ങ് വാങ്ങി. അന്ന് വൈകിട്ട് ഞാനും ഇവനും കൂടെ ഇവൻ്റെ വീട്ടിലിരിക്കുക. അപ്പോൾ ഇവൻ്റെ ചേച്ചി കോളേജ് കഴിഞ്ഞ് വരുന്നുണ്ട്. ചേച്ചി കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചിയുടെ കയ്യിലൊരു 5 സ്റ്റാർ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ 5 സ്റ്റാർ എവിടെ നിന്നാണ്? അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കറിയത്തില്ല, ആ ബസ്സിലെ കണ്ടക്ടർ എന്തോ ബാലൻസ് ഇല്ല എന്നും പറഞ്ഞിട്ടൊരു 5 സ്റ്റാറാണ് തന്നത്. ഇതിപ്പോൾ കടയിലായിരുന്നു പണ്ട്, ഇപ്പോൾ KSRTCയിലും തുടങ്ങിയോ. അതുപോലെ ഇവൻ ഒരിക്കൽ മോട്ടിവേഷൻ തന്ന് അബദ്ധത്തിൽ ചാടിച്ചിട്ടുണ്ട്. ഇവ ഒരു ദിവസം ബസ്സിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഈ സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ സ്ത്രീകൾ തന്നെയാണ് ഇരിക്കാറ്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പുരുഷന്മാർ ഇരുന്നൂടാ? ഈ പുരുഷന്മാർക്ക് എന്താ സ്വാതന്ത്ര്യമില്ല? ഇത് ചോദിക്കാനും പറയാനും ആരില്ലേ? ഫെമിനിസം മാത്രം മതിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ്, പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനില്ലേ. ഞാൻ പറഞ്ഞു, ഇന്ന് അവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് തിരക്കായി. അപ്പോൾ ഈ ബസ്സിൽ സഹതാപ തരംഗം കിട്ടുന്ന ഒരു ആൾക്കാരാണല്ലോ അമ്മയും കുഞ്ഞും. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഇരുന്നപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കം നടിച്ചിങ്ങനെ കിടന്നു. അവർ കൃത്യമായി വന്ന് എന്നെ തന്നെ തട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് എണീച്ച് തരാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു എണീക്കണം? ഇവൻ മോട്ടിവേഷൻ തന്നിരിക്കുകയല്ലേ. ഞാൻ ആ ഒരു ഊർജ്ജത്തിൽ പറഞ്ഞു, ഞാൻ എന്തിനു എണീക്കണം?
പുരുഷന്മാർ നിങ്ങൾ ഇത്രയും സ്ത്രീകളെ കടന്നല്ലേ ഇങ്ങോട്ട് വന്നു, സ്ത്രീകളോട് എന്താ ചോദിക്കാത്തത്? കൃത്യമായി കോളേജ് പിള്ളേരുടെ അടുത്ത് തന്നെ വന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് കത്തിക്കയറുക. ഇവിടെ എന്താ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരില്ലേ? അപ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ തട്ടി. ഞാൻ നോക്കിയപ്പോൾ എവനാ, പാവോടാ, അമ്മയും കുഞ്ഞുമല്ലേ, എണീച്ചു കൊടുക്കും. അപ്പം ഞാൻ അവനെ നോക്കിയപ്പോൾ ഈ യാത്രക്കാരില്ലാതെ അങ്ങ് ഏറ്റെടുത്തു. നീ കോളേജ് വർക്കണം, നിനക്കെന്താടാ എണീച്ചാലും നീ എണീച്ചു കൊടുക്കുക, അവർ അമ്മയും കുഞ്ഞും ഇരുന്ന് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവരെല്ലാവരും കൂടെ എണീപ്പിച്ച് തള്ളി അങ്ങ് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ തിരക്കൊക്കെ മാറിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, യവൻ ഈ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ അമ്മയുടെ കയ്യിലിരിക്കും. എന്നിട്ട് അതിനോട് പറയുക, മോനെ ഈ മാമനെ പോലെ കണ്ണിച്ചോരയില്ലാത്തവനാവല്ലേ. ഏത്? ഓക്കെ, വെരി ഗുഡ് ആൻസർ. ഓവർ ടു വിനീത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ആ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നു. ആ പെൺകുട്ടിയോട് വളരെ എന്താ പറയുക, ആ പെൺകുട്ടിയുടെ ഇഷ്ടം പിടിച്ചു പറ്റി അവർ ജീവിതത്തിലോട്ട് കടന്നു. കുഴപ്പമൊന്നുമില്ലാതെ എങ്ങനെയാണ് അവർ ലൈഫ് തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇവന് ചെറിയൊരു ഈ മദ്യപാന ശീലമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവനോട് ഞാൻ ചോദിക്കടാ, നീ ഇങ്ങനെ കഴിച്ചാൽ വല്ല പ്രശ്നമൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ അതിൻ്റെ ട്രിക്ക് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് ട്രിക്ക്? എടാ, ഞാൻ ഒരുപാട് കഴിച്ച് ഓവറായാലേ ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു ചെല്ലും, മാന്യമായിട്ട് അവൾ വാതിൽ തുറക്കും, ആരെയും മൈൻഡാതെ നടന്നു ചെല്ലും, ഞാൻ നേരെ ചെല്ലും, ലാപ്ടോപ്പ് എടുത്ത് വയ്ക്കും, തുറക്കും, ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓഫീസ് കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ചോദിക്കില്ല ഭാര്യ. പക്ഷെ ഒരു ദിവസം ഇത് ഇടപെട്ടത് പ്രശ്നമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ അതുപോലെ തന്നെ അടിച്ച് ഫിറ്റായിട്ട് വാറായിട്ട് വന്ന് വാതിൽ തുറന്നു വെച്ചു. ഇങ്ങനെ എടുത്ത് ഞെക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഭാര്യ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുക. അത് ലാപ്ടോപ്പല്ല, ഇത് സൂട്ട് കേസാണ്. സൂട്ട് കേസ് എടുത്ത് തുറന്നു വെച്ചിട്ടാണ് ചേട്ടാ ഈ സംഭവം ചെയ്തേ. ഈ പുള്ളിനെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ദുബായിക്ക് വിട്ടു. ദുബായിൽ ചെന്ന പിന്നെ തിരിച്ച് 1 മാസം വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വിനീത് നിനക്ക് എന്ത് വേണം ഗിഫ്റ്റ്? ഞാൻ പറഞ്ഞു, നിനക്ക് ഷർട്ട് വേണോ? ഞാൻ പറഞ്ഞു, ഷർട്ട് വേണ്ട, കുഴപ്പമില്ല, ഷർട്ട് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. ഇല്ല, ഞാൻ നിനക്കൊരു ഷൂ മേടിച്ച് തരും. നീ ഒരു സ്റ്റേജിലൊക്കെ പോയി പെർഫോം ചെയ്യുമ്പോൾ നല്ല മിടുക്കനായിട്ട് പോകണം, ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല കിടിലൻ സെറ്റപ്പ് ആയിരിക്കണം, ഒരു അടിപൊളി ഷൂ. ഈ ഷൂവിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. 1 മാസമായിട്ടപ്പോൾ ഞാൻ ഈ ഷൂവിനെ കാത്തിരിക്കുക, കാരണം എനിക്ക് സ്റ്റേജുകളിൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കൃത്യമായിട്ട് വരുന്ന ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോകുന്ന വഴിക്ക് അവൻ്റെ കാറ് നിർത്തി എൻ്റെ കാറിലേക്ക് ഷൂ അവന് ഗിഫ്റ്റായിട്ടുള്ള ഷൂ തന്നു. ഞാൻ നേരെ ഷോയ്ക്ക് പോയി. പ്രയർ സോങ് കഴിഞ്ഞു, നമ്മൾ നേരെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ഷൂ എടുത്തിട്ടു, കാരണം ഒരു ഇതാണല്ലോ. പക്ഷേ ഷൂ ഇട്ടിട്ട് സ്റ്റേജിൽ വന്നിട്ട് എല്ലാവരും എന്നെ നോക്കി വല്ലാത്തൊരു ചിരി, ഒരു പുച്ഛഭാവത്തിലുള്ള ചിരി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ രമേശ് ചേട്ടാ, ഈ ഷൂവിൻ്റെ ചുറ്റും ലൈറ്റ് കത്തുക മൊത്തം. ഈ പാട്ട് നടക്കുമ്പോൾ ബിംബ്ലോ എന്നുള്ള ഒച്ചയുള്ള ഷൂ എനിക്ക് മേടിച്ചു തന്നത്. അപ്പോൾ അത്രയും ആത്മാർത്ഥമുള്ള സുഹൃത്താന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് അവനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ കൊള്ളാം, നിങ്ങൾ ഈ വക്കീലന്മാരുടെയൊക്കെ പരിപാടി കൊള്ളാം. ഞാൻ പറഞ്ഞു, വക്കീലന്മാരുടെ പരിപാടിയോ? അല്ല, കോട്ടൊക്കെ ഉണ്ടല്ലോ, വക്കീലന്മാരുടെ പരിപാടിയൊക്കെ നല്ലതാണ്, പിന്നെ 2 ദിവസം എന്നൊക്കെ പറയാൻ പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ ഈ സുഹൃത്ത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അവന് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിൻ്റെ പേര് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. താങ്ക് യു വിനീത്. വെരി ഗുഡ്, താങ്ക് യു. നല്ല രസമുള്ള ഒരു ബാക്ക് ടു ബാക്ക് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ടൈമൊക്കെ കീപ്പപ്പ് ചെയ്ത് നല്ല രസമായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് രണ്ടുപേരും ചെയ്തു. നമുക്കിനി രമേശ് ചേട്ടനും ധർമ്മ ചേട്ടനും എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു ദം. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ബസ്സിലൊരു ദിവസം ഞാൻ കയറിയപ്പം 2 പേര് തമ്മിൽ ഭയങ്കര തർക്കമാണ്. അപ്പം ബസ്സിൽ ഇങ്ങനെ ബസ് വന്ന് നിർത്തിയിട്ട് എല്ലാവരും കൂടെ കയറുന്നതിനിടയിൽ ജനലിൽ കൂടെ ഒരാളൊരു കർച്ചീഫ് ഇട്ടു. പുള്ളി അകത്തോടെ കയറി വന്നപ്പോൾ അവിടെ ഒരാൾ കർച്ചീഫും കൈ പിടിച്ചിരിപ്പുണ്ട്. കയറി വന്നപ്പോൾ ഈ കർച്ചീഫ് കൊടുത്തു ഇയാൾക്ക്. പിന്നെ അതെന്നെ പരിപാടി കാണിച്ചത് എന്നെ, ഈ സീറ്റ് ഞാൻ റിസർവ് ചെയ്താ, താൻ എങ്ങനെ റിസർവ് ചെയ്തു? ഞാനിവിടെ കർച്ചീഫ് ഇട്ട് റിസർവ് ചെയ്തപ്പോൾ ഇയാൾ പറയുക, അങ്ങനെയാണെങ്കിൽ താനൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഈ ബസ്സിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ബസ് തൻ്റെയാന്ന് പറയാം. നിങ്ങളുടെ പ്രകടനങ്ങൾ, 2 പേരുടെയും പ്രകടനങ്ങൾ വളരെ മനോഹരമായിരുന്നു. 2ഉം സ്പീഡുള്ളതായിരുന്നു. താൻ നല്ല സ്പീഡിലാണ് സംസാരിച്ചെങ്കിലും അത്യാവശ്യം പോസും ഗ്യാപ്പും മോഡുലേഷനും ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. താനും വളരെ ഗംഭീരമായിട്ടാണ് സംസാരിച്ചത്. ധർമ്മൻ, 2 പേരും നല്ല ഊർജ്ജം ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഉള്ള സമയം കറക്റ്റായിട്ട് ചിലവഴിക്കാൻ പറ്റി. അതിൻ്റെ ഉള്ളിൽ കഥ പറഞ്ഞ് നിർത്താൻ പറ്റി. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കഥ എഴുതാനൊക്കെ പറ്റും, കഥ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരാളെ കഥ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇത്തിരി പ്രശ്നമാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന. അതൊന്നും ഉണ്ടായില്ല. നല്ല ഫ്ലോയിൽ, നല്ല സ്പീഡിൽ കഥ പറയാനും പറ്റി. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എണീറ്റിട്ട് നമ്മളൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളി വന്നത്, ചേട്ടാ ഞങ്ങളുടെ കോളേജിന് ഒരു ആശംസാ വീഡിയോ തരുമോ, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു ആശംസ പറയുമോ. ഇങ്ങനെ ആശംസ ചോദിച്ചുള്ള വിളികൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഹൃത്തായിട്ടുള്ളൊരു നടനോട് ഇതേപോലെ ഒരു കോളേജിലെ ടീം വന്നിട്ട് സെൻറ്റ് തോമസ് കോളേജ് ഡിഗ്രി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പുകവലിക്കെതിരെയുള്ള സമരപരിപാടിയിൽ പങ്കാളികളാകാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സെൻറ്റ് തോമസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പുകവലിക്കെതിരെയുള്ള
എല്ലാവിധ പരിപാടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇങ്ങനെ തമ്പ് കാണിച്ചപ്പോൾ ഒരു കാജാബീഡറെ കൂടെ ഒരു ലൈറ്ററും. പ്രമോദ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രമോദിനെ ഒരു ദിവസം പെട്ടെന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ ഇവിടെ ഒരു പരിപാടിക്ക് വരാൻ പറ്റുമോ? ഉടനെ പ്രമോദ് ചോദിച്ചു, എന്ത് തരും? അവർ പറഞ്ഞു, പെട്രോൾ അടിക്കാനുള്ള പൈസ തരാം. പിന്നെ പ്രമോദ് പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി വിടാവുന്നു. അപ്പോൾ രണ്ടുപേർക്കും നല്ല കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് 1ഉം 2ഉം സ്ഥാനത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. രമേശ് ചേട്ടാ, രണ്ടുപേരുടെയും പ്രകടനം നല്ലതായിരുന്നു. അതുകൊണ്ട് ഇത്തവണ സമ്മാനം ഷെയർ ചെയ്യുകയാണ്. രണ്ടുപേർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്യാം. Congratulations both of you, Ansel, Vineet. Yeah, very good. So, ഇന്നത്തെ പ്രൈസ് മണി 2 കണ്ടസ്റ്റൻസും ഷെയർ ചെയ്യുവാണ്. സോ ധർമ്മ ചേട്ടാ, രണ്ടുപേരും കഴിഞ്ഞു കൊടുക്കണം. വിനീത്, കൺഗ്രാറ്റുലേഷൻസ്. അൻസൽ, ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഈ മണി ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാണ്. മലബാർ ക്യാൻസർ സെന്ററിന് കൊടുക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നോബിൾ തിങ്. താങ്ക് യു. അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനത്തുക അദ്ദേഹം ക്യാൻസർ സെന്ററിന് കൈമാറുന്നു എന്ന് പറയുന്നു. കൂടുതൽ സന്തോഷം പകർന്നുകൊണ്ട്, കൂടുതൽ ചിരി പകർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ഗുഡ് ബൈ.